നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസ്ട്രക്ടർ എന്താണെന്നുള്ളതാണ്. കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് നമ്മളിപ്പം നോർമലി ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യണത്, മെയിൻ ഫംഗ്ഷൻ വിളിച്ചു, മെയിൻ ക്ലാസ് കോൾ ചെയ്തു, മെയിൻ ഫംഗ്ഷനെ വിളിച്ചു, അത് കഴിഞ്ഞിട്ടാണ് ഒബ്ജക്റ്റ് ക്രിയേഷൻ നടക്കുന്നത്. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ പുതിയ ഒബ്ജക്റ്റിലേക്ക് നമ്മുടെ പഴയ ക്ലാസ് ഒബ്ജക്റ്റിൻ്റെ വാല്യൂസ് എല്ലാം നമ്മൾ കോപ്പി ചെയ്തു, അതിൻ്റെ വാല്യൂസുകളെല്ലാം ഇനീഷ്യലൈസേഷൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഓരോ പ്രോസസ്സിങ് സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ഈ ഒബ്ജക്റ്റ് ക്ലാസ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇനീഷ്യലൈസേഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മളിവിടെ ക്ലാസ് എന്ന് പറഞ്ഞു കിടക്കുന്ന ഈ ഒബ്ജക്റ്റ് ക്ലാസ്സിൻ്റെ അകത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഒരു കൺസ്ട്രക്ടഡ് ക്ലാസ് വിളിക്കാനായിട്ട്. അപ്പം കൺസ്ട്രക്ടഡ് ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിവിടെ എന്താണോ എൻ്റെ ഒബ്ജക്റ്റ് ക്ലാസ്സിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ആ സെയിം നെയിമിൽ തന്നെ ആയിരിക്കണം എൻ്റെ കൺസ്ട്രക്ടഡ് ക്ലാസ്സിൻ്റെ പേരും ഞാൻ കൊടുക്കുവാനായിട്ട്. ഇനി അവിടെ ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓൺ ആവുന്നത് എൻ്റെ കൺസ്ട്രക്ടർ ക്ലാസ് ആയിരിക്കും. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ എനിക്ക് ഇവിടെ എൻ്റെ ഒബ്ജക്റ്റ് ക്രിയേഷൻ ഇവിടെ നടക്കുകയുള്ളൂ. അപ്പം ഓട്ടോമാറ്റിക്കലി ഒബ്ജക്റ്റ് ക്രിയേഷന് ഇനീഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണ മെത്തേഡാണ് എന്തെന്ന്, കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്ട്രക്ടർ നമുക്ക് രണ്ട് രീതിയിലാണുള്ളത്. ഡിഫോൾട്ട് കൺസ്ട്രക്ടറും ഉണ്ട്, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും ഉണ്ട്. അപ്പോൾ എന്താണ് ഡിഫോൾട്ട്, എന്താണ് പാരാമീറ്ററൈസ്ഡ് എന്നുള്ളതാണ് ഇനി നമ്മളൊരു പ്രോഗ്രാം വെച്ച് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടേഴ്സ്. അപ്പോൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോക്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഒബ്ജക്റ്റ് ഞാനിവിടെ ഫോം ചെയ്തു. അതിൻ്റെ അകത്ത് ഞാൻ വിഡ്ത്തും ഹൈറ്റും ഡെപ്ത്തും കൊടുത്തു. ഇനി നമ്മൾ നോർമലി എന്തായിരുന്നു, ഒരു മെത്തേഡ് നമ്മൾ കൊടുക്കും അല്ലേ. ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന മെത്തേഡിന് റിട്ടേൺ വാല്യൂ ഉണ്ട്. ദാറ്റ് മീൻസ് ഞാൻ കൊടുത്തിരിക്കുന്ന ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് വോയിഡ് അല്ല, ഡബിൾ ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യണം, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം, വോളിയം കണ്ടുപിടിക്കണം, ഇക്വേഷൻസ് ഞാൻ എന്ത് ചെയ്ത് ഇവിടെ ഫോം ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണതിൻ്റെ സെയിം ടൈമിൽ തന്നെ ഞാനിവിടെ എന്ത് ചെയ്യണം, ഒരു കൺസ്ട്രക്ടഡ് ക്ലാസ്സും കൂടി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യണതാണ്. അപ്പോൾ എന്താണോ എൻ്റെ ഒബ്ജക്റ്റ് ക്ലാസ്സിൻ്റെ പേര് ഈ സെയിം നെയിം തന്നെ ആയിരിക്കും എൻ്റെ കൺസ്ട്രക്ടഡ് ക്ലാസ്സിൻ്റെ പേര് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡിഫോൾട്ട് കൺസ്ട്രക്ടറാണ്. ദാറ്റ് മീൻസ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കൺസ്ട്രക്ടറിൻ്റെ അകത്ത് ഞാൻ വാല്യൂസ് ഇവിടെ പാസ് ചെയ്തിട്ടില്ല, നള്ളായിട്ടാണ് ഞാനിവിടെ ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതെനിക്കിവിടെ റൺ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിവിടെ എന്ത് കൊടുക്കുന്നത്, ഒരു കൺസ്ട്രക്ടർ ബോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇതിൻ്റെ ഡിഫോൾട്ടായിട്ടാണ് ഞാനിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് കൊണ്ട് അപ്പോൾ ഈ വിഡ്ത്തിനും ഹൈറ്റിനും ഡെപ്തിനും ഞാൻ ഓരോ വാല്യൂസ് ഞാൻ ഇവിടെയാണ് ഞാൻ ഡിക്ലറേഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് എൻ്റെ കൺസ്ട്രക്ടഡ് ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് ഞാൻ എന്ത് കൊടുത്തേക്കുന്നത്, വിഡ്ത്ത് ഈക്വൽ ടു 10, ഹൈറ്റ് ഈക്വൽ ടു 10, ഡെപ്ത് ഈക്വൽ ടു 10 കൊടുത്തിരിക്കുന്നത്. അതിനുശേഷമാണ് ഇവിടെ ഞാൻ എന്ത് ചെയ്തേക്കുന്നത്, മെത്തേഡ് ക്രിയേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആകെ നമ്മളിൽ വ്യത്യാസം വന്നിരിക്കുന്നത് എന്താ, എക്സ്ട്രാ ഒരു കൺസ്ട്രക്ടർ ക്ലാസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ്സും കൂടി എക്സ്ട്രാ കയറി വന്നു, അതിൻ്റെ അകത്തേക്ക് വാല്യൂസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മെയിൻ ക്ലാസ് കൊടുത്തു, മെയിൻ ഫംഗ്ഷൻ എഴുതി, പിന്നെന്താ ഒബ്ജക്റ്റ് ക്രിയേഷൻ ചെയ്യും. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ കൺസ്ട്രക്ടർ ക്ലാസ് വിളിച്ചിരിക്കുന്നത് കൊണ്ട് ഈ വാല്യൂസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി തന്നെ ഈ ഒബ്ജക്റ്റിൻ്റെ ക്ലാസ്സിൻ്റെ അകത്തേക്ക്, അതായത് മൈ ബോക്സ് 1ൻ്റെ അകത്തും മൈ ബോക്സ് 2ൻ്റെ അകത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന മെത്തേഡ് ഡബിളിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് എനിക്കവിടെ ഒരു വാല്യൂയിലേക്ക് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നിട്ട് നോർമലി നേരത്തെ ചെയ്ത പോലെ തന്നെ വോളിയം എന്ത് ചെയ്യുക, മൈ ബോക്സ് 1ൻ്റെയും മൈ ബോക്സ് 2ൻ്റെയും വോളിയം എന്ത് ചെയ്യുക, പ്രിൻ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇവിടെ രണ്ട് ബോക്സ് ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രോഗ്രാം മെയിൻ ഫംഗ്ഷൻ റൺ ചെയ്യണ സമയത്ത് തന്നെ എന്ത് ചെയ്യണം, ഈ ഒബ്ജക്റ്റ് ക്രിയേഷൻ നടക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യും, ഫസ്റ്റ് ഓൺ ചെയ്യുന്നത് എൻ്റെ കൺസ്ട്രക്ടഡ് ക്ലാസ് ആയിരിക്കും. അപ്പോൾ കൺസ്ട്രക്ടഡ് ക്ലാസ് ഓൺ ചെയ്തിട്ട് എനിക്കറിയാം രണ്ട് ഒബ്ജക്റ്റാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും, കൺസ്ട്രക്റ്റിംഗ് ബോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, 2 വട്ടം അവിടെ പ്രിൻ്റ് ചെയ്ത് വരും. പിന്നെന്താ നടക്കുന്നത്, ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ എന്താ, മൈ ബോക്സ് 1ൻ്റെ അകത്തും മൈ ബോക്സ് 2ൻ്റെ അകത്തേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വിഡ്ത്തും ഹൈറ്റും ഡെപ്തിൻ്റെയും വാല്യൂസ് ഓൾറെഡി പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ആ വാല്യൂസ് കമ്പ്യൂട്ട് ചെയ്ത് വോളിയം എന്ത് ചെയ്യും, അവിടെ കമ്പ്യൂട്ട് ചെയ്തിട്ട് വോളിയത്തിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യും, അവിടെ ഫോം ചെയ്ത് വയ്ക്കും. ഇതാണ് എന്തെന്ന്, ഡിഫോൾട്ട്
കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. അപ്പോൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മളിവിടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിൽ എന്തായിരുന്നു, ബോക്സിൻ്റെ അകത്തേക്ക് ഞാനിവിടെ ഒരു വാല്യൂസ് പാസ് ചെയ്തിട്ടില്ല, പാരാമീറ്റർ കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഇവിടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ എൻ്റെ ആദ്യം ബോക്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ഞാൻ വിഡ്ത്തും ഹൈറ്റും ഡെപ്തും എന്ന് പറഞ്ഞുകൊണ്ട് വാല്യൂസിനെ ഞാനിവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചു. കൺസ്ട്രക്ടർ ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പാരാമീറ്റേഴ്സ് ഞാൻ എന്ത് ചെയ്യും, അവിടെ പാസ് ചെയ്ത് കൊടുക്കുക. പാരാമീറ്റേഴ്സ് നമ്മളെപ്പോഴും ഡിക്ലറേഷൻ കൊടുക്കുന്നത് ഡബിൾ ഇട്ടിട്ട് W,H,D എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. പക്ഷേ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ കൊടുക്കുന്ന സമയത്ത് ഓരോ വേരിയബിൾസിനും നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ ഞാനിവിടെ വിഡ്ത്തിനെ ഞാൻ കൊടുത്തിരിക്കുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് W ആണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, ഹൈറ്റിനെ H എന്ന് പറഞ്ഞു കൊടുത്തു, ഡെപ്തിനെ D എന്ന് പറഞ്ഞു കൊടുത്തു. അത് ഞാൻ ഓരോന്ന് കൊടുത്തിരിക്കുന്ന ഡാറ്റ ടൈപ്പ് ഡബിളായിട്ട് തന്നെയാണ് ഞാനിവിടെ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ ചെയ്തിരിക്കുന്നത്, ബോക്സ് എന്ന് പറയുന്ന എൻ്റെ ഒബ്ജക്റ്റ് ക്ലാസ്സിൻ്റെ അകത്ത് ഞാനിവിടെ പാരാമീറ്റേഴ്സ് W എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് എന്തിനെയാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, വിഡ്ത്തിനെയാണ്. അപ്പം നേരത്തെ നമ്മളിവിടെ എന്തായിരുന്നു കൊടുത്തിരുന്നത്, വിഡ്ത്ത് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞുകൊണ്ട് വാല്യൂ കൊടുത്തു അല്ലേ. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് എന്താ, എൻ്റെ പാരാമീറ്റർ ആണ്. അപ്പോൾ എന്താ, വിഡ്ത്ത് ഈക്വൽ ടു W എന്ന് പറഞ്ഞുകൊണ്ട് വാല്യൂ കൊടുത്തു, ഹൈറ്റിനെ H എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാല്യൂ കൊടുത്തു, ഡെപ്തിനെ D എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, ഞാൻ അസൈൻ ചെയ്ത് വെച്ചു. പിന്നെന്താ, നോർമലി ചെയ്ത പോലെ തന്നെ എന്താ, വോളിയം പ്രിൻ്റ് ചെയ്യിപ്പിച്ചു, മെയിൻ ക്ലാസ് വിളിച്ചു, മെയിൻ ഫംഗ്ഷൻ റൺ ചെയ്തു, ഒബ്ജക്റ്റിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ വാല്യൂസ് ഒന്നും ഞാനിവിടെ പാസ് ചെയ്ത് കൊടുത്തിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ വേരിയബിൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ബോക്സ് എന്ന് പറയുന്ന ക്ലാസ്സിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് എവിടെ കാണുന്നുവോ അവിടത്തേക്ക് എന്താണ് അസൈൻഡ് ആവുന്നത്, W. അപ്പോൾ ഈ Wയുടെ വാല്യൂ ഞാൻ എവിടെ കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഒബ്ജക്റ്റ് ക്രിയേഷൻ ചെയ്യണതിൻ്റെ ഒപ്പം ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 3 വാല്യൂസ് ഫോം ചെയ്തിട്ടുണ്ട്. അതായത് 10 എന്ന് പറയുന്നത് വിഡ്ത്തിനെയും, 20 എന്ന് പറയുന്നത് ഹൈറ്റിനെയും, 15 എന്ന് പറയുന്നത് ഡെപ്തിനെയാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി തന്നെ എന്ത് ചെയ്യും, എൻ്റെ പ്രോഗ്രാമിൽ എവിടെയൊക്കെ W ഉണ്ടോ അവിടെയൊക്കെ കൊണ്ടുപോയി എന്ത് അസൈൻ ചെയ്യും, 10 അസൈൻ ചെയ്യും, 20 അസൈൻ ചെയ്യും, 15 അസൈൻ ചെയ്യും. ഇനി നോർമലി എന്ത് ചെയ്യുക, വോളിയം എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കൺസ്ട്രക്റ്റിംഗ് ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുക്കാത്തത് കൊണ്ട് എനിക്ക് കൺസ്ട്രക്റ്റിംഗ് ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻ്റ് ചെയ്ത് വരില്ല. ജസ്റ്റ് എന്ത് ചെയ്യും, 2 ബോക്സിൻ്റെ വോളിയം മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യണത്, പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഇതാണ് എന്തെന്ന്, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഇനി നമ്മൾ ഇവിടെ കൺസ്ട്രക്റ്റഡ് ക്ലാസ്സിൽ കാണുന്ന ഒരു കീവേഡാണ് ദിസ് കീവേഡ്. ദിസ് കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ കൺസ്ട്രക്റ്റഡ് ക്ലാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ, ഈ ഓട്ടോമാറ്റിക്കലി ഈ ഒബ്ജക്റ്റ് ക്രിയേഷൻ നമുക്ക് ഇനിഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കൺസ്ട്രക്റ്റർ ക്ലാസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന, അതായത് ഇപ്പോൾ കുറേ വലിയ ലെങ്തി പ്രോഗ്രാം ആണെങ്കിൽ നമ്മുടെ ലെങ്തി പ്രോഗ്രാമിൽ എവിടെയൊക്കെ വിഡ്ത്ത് ഉണ്ടോ അവിടെയെല്ലാം W ആണ് നമ്മളിവിടെ അസൈൻ ചെയ്ത് വെക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യണം, ഫോം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, ദിസ് കീവേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് കീവേഡ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യുക. ദാറ്റ് മീൻസ് ഇപ്പോൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിലാണ് നമ്മൾ കൂടുതലും ദിസ് കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം മറ്റേതിൻ്റെ അകത്ത് നമ്മൾ റെഫറൻസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് വാല്യൂ മാത്രം കോപ്പി ചെയ്യണുള്ളൂ. അപ്പോൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ നമുക്കറിയാം, ബോക്സ് എന്ന് പറയുന്ന ക്ലാസ് ഫോം ചെയ്തു, അതിൻ്റെ അകത്ത് ഞാൻ പാരാമീറ്റർ പാസ് ചെയ്തു. അപ്പോൾ വിഡ്ത്തിന് ഞാനിവിടെ W ആണ് അസൈൻ ചെയ്തേക്കണം. അപ്പോൾ എൻ്റെ ഓൾ പ്രോഗ്രാമിൽ എവിടെയൊക്കെ വിഡ്ത്ത് ഉണ്ടോ അവിടെയൊക്കെ ഓട്ടോമാറ്റിക്കലി എന്ത് പോകണം, Wയുടെ വാല്യൂ ആയിരിക്കണം അവിടെ പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ദിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ദിസ് ഡോട്ട് വിഡ്ത്ത് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രോഗ്രാമിൽ എവിടെയൊക്കെ W ഉണ്ടോ അവിടെയൊക്കെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി വിഡ്ത്തിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് വയ്ക്കും. അതാണ് എന്തെന്ന് ഇവിടെ ദിസ് കീവേഡ് കൊണ്ടുള്ള യൂസേജ്.